അപ്പൊ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ ഇന്ന് ചെറിയൊരു കറക്കത്തിനാണ് ഇറങ്ങിയത്. മൊയിലുൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് പോവാ. വീട്ടിൽ ഇരുന്നാണെങ്കിൽ ബോറടി പോയില്ലോ. നമുക്ക് അങ്ങോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോയൊന്ന് പുറത്തോട്ടൊന്നും കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞാൽ മൊയില് പറഞ്ഞ് ദൂരോട്ടൊന്നും പോകാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങോട്ടെങ്കിലും വണ്ടി വിട്. അങ്ങനെ മൊയിലും എന്നെയും വിളിച്ചോണ്ട് നമ്മളെല്ലാവരും കൂടെ ആയിട്ട് നേരെ ഇവിടെ ഈ പാലത്തിന്റെ അവിടെ നിന്നിട്ട് വന്നത്. ഇവിടെ വന്നപ്പോ നല്ല അടിപൊളി, വലിയ തിരക്കൊന്നുമില്ല, നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ആന മൊയിൽ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ദൂരോട്ടുണ്ട് പാർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ആൻറ്റി എന്നെ കണ്ടപ്പോഴത്തേക്കും ഓടിയ സ്നേഹം കിട്ടുക. ഞാൻ പിന്നെ എവിടെ പോയാലും എന്നെ ആരെങ്കിലുമൊക്കെ എടുത്ത് സ്നേഹിക്കും, കൊഞ്ചിക്കുക ലാളിക്കുകയൊക്കെ ചെയ്യും. എന്താണെന്നറിയില്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എവിടെ വന്നിറങ്ങിയാലും ആരെങ്കിലും എന്നെ വന്ന് ഓടിയൊന്ന് തലകൊള്ളുകയും കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ പിന്നെ ഞാൻ മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞു മൊയില് വാ നമുക്ക് അങ്ങോട്ട് പോവാന്ന്. പിന്നെ ഈ സ്ഥലം കണ്ടപാടെ എനിക്ക് ആകെ വെപ്രാളായി. ഇവിടെയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല കാറ്റും നല്ല സമാധാനവും ശാന്തതയൊക്കെ ഉള്ളൊരു സ്ഥലം. വലിയ ആൾത്തിരക്കോ ബഹളോ ഒന്നും ഇല്ലാത്ത റോഡ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. എനിക്കാണെങ്കിൽ ഇവിടെ കിടന്ന് ഓടിച്ചാടി മറിയാനും ഒക്കെ ഒരു ഭയങ്കര ആവേശമായി. അപ്പൊ ഞാൻ മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞു മൊയിലു ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എന്തിനാണ്, വല്ലതും അറിയാമോ, കണ്ടിട്ടുണ്ടാ? എനിക്കാണെങ്കിൽ കാണാനും പറ്റില്ല. എന്നാ ശരിയെന്ന് പറഞ്ഞ മൊയിലു എന്നെ നേരെ എന്നെ മേളിൽ കയറ്റിയിരുത്തി. ആ പാലത്തിന്റെ മേലെ ചെറിയപ്പോഴും ശരിക്കുള്ള ആഴം ഞാൻ കാണുന്നത് കണ്ടപ്പോ തന്നെ എന്റെ കൈയും ചാലും പറിച്ചു. ഞാൻ മൊയിലിന്റെ അടുത്ത് പറഞ്ഞു മൊയിലു ഇത് കൂട്ടും ജാതിയാണ്. മൊയിലുമാ നിങ്ങളെങ്കിലും വന്നൊന്ന് രക്ഷിക്കമ്മ. എന്തോന്ന് ആഴം ഇത്, എനിക്കിവിടെ കണ്ടിട്ടേ പേടിയാണ്. ഇതിപ്പം പറഞ്ഞത് അബദ്ധമായപ്പോല്ലോ. മൊയിലു എങ്ങനെയല്ലോ എന്നെ താഴെ ഇറക്കും. പിന്നെ വർത്താനം പറയും. എനിക്കാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ കൈകാലൊക്കെ വിറയ്ക്കണം. നിങ്ങൾക്ക് പിന്നെ കാഴ്ച കാണാം. ഇവിടെ ഇരുന്നിട്ട് എന്റെ പകുതി ഉയിര് മേളിലോട്ട് പോകണം മൊയിലു. അങ്ങനെ പിന്നെ മൊയിലുവിനെ താഴെ ആക്കി അവിടെ ഒരു കമ്പിയിൽ പിടിച്ച് എന്നെ കെട്ടിയിട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും മൊയിലുവിന് നല്ലപോലെ അറിയാം എന്നെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഈ പരിസരത്തൊന്നും നിൽക്കില്ല എന്നുള്ള കാര്യം. പിന്നെ മൊയിലു എൻ്റെ കൂടെ ഓടി 7 ദിവസം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്തൂല. അതൊരു ഓട്ടം ഞാൻ ഓടും. അത് നല്ലതുപോലെ അറിയാന്നുള്ളത് തന്നെ മൊയിലു എന്നെ വിളിക്കൊണ്ട് അഴിച്ചൊന്നും വിടൂല. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ചോണ്ടൊന്നും ബിസ്ക്കറ്റ് കൂട്ടും മൊയിലു എന്നെ കുറേ കൊതി അനിപ്പിച്ചു. അവസാനം കൊതിയാനിപ്പിച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും മൊയിലു പോയി എനിക്ക് അത് തന്നു കേട്ടോ. പിന്നെ എത്രയൊക്കെ കൊതിയാനിപ്പിച്ചാലും മൊയിലുവിന് അറിയാം എൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ പുറത്തെവിടെയും പോയിട്ട് വന്നാൽ തന്നെ മൊയിലു എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് തരും കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റ് വായിൽ വെച്ചെന്ന ശേഷം ഞാൻ കടിക്കാൻ കൊടുന്ന് പാടുപെടുന്ന കണ്ടപ്പോഴത്തേക്കും മൊയിലു നൈസ് അത് വാങ്ങിച്ച് കുടിക്കേരാന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞ വേണ്ട ഇനി തന്നാലും ഞാൻ തിന്നോളാം. അങ്ങനെ പിന്നെ മൊയിലു ചേട്ടനും എനിക്ക് ബിസ്ക്കറ്റ് എടുത്ത് തന്ന കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് തിന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൊയിലുവിന്റെ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ അവർ വന്നപ്പോഴത്തേക്കും മൊയിലു അവരോടൊക്കെ വർത്തനം പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ അവരോടൊന്നും അധികം സംസാരിക്കാൻ പോയില്ല. അങ്ങനെ ജാടയും വിറ്റിട്ടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു അവരോ. അല്ലെങ്കിൽ ഞാൻ ഒരു കൊച്ചി സെലിബ്രിറ്റി അല്ലേ, അപ്പൊ അതിന്റെ ജാടയൊക്കെ ഞാൻ കാണിക്കണ്ടേ. അങ്ങനെ വായൊക്കെ തൊടുന്ന അവരെ മുമ്പ് ഇരുന്നു. പിന്നെ മൊയിലു അവരോട് എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ബഹുബോവെന്നാകാനല്ലേ അറിയുള്ളൂ, അല്ല വേറെ മലയാളമൊന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പിന്നെ ആ കൂടി ഞാൻ ബഹുബോവെന്ന് പറഞ്ഞു മൊയിലുവിന് മനസ്സിലാവും. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പട്ടണി ഇടം ചത്തുകൂലി. അങ്ങനെ പിന്നെ അവരൊക്കെ പറയണത് കേട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അതിനൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ പറ്റിയാണ് എന്തിനോ പറയണതല്ല, വേറെ ഒന്നും പറയില്ലല്ലോ അവർക്ക്. ഞാനല്ലേ അവരുടെ സെലിബ്രേറ്റ്. അപ്പൊ എന്നെ കുറിച്ചല്ലേ പറയുള്ളൂ. ആ കറിയുന്ന ചേച്ചിക്കാണെങ്കിൽ ഉടുക്കത്തെ നാണോ, ശരിക്കും എനിക്കല്ലേ നാണം തോന്നേണ്ടത്. കാര്യം എനിക്കിട്ട് വന്ന ഉടുപ്പിനെ അടുത്ത് താറിനകത്ത് കളഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിങ്ങനെ നഗ്നനായിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും അങ്ങ് പോയി. പിന്നെ അവരെ ടാറ്റയാക്കി നമ്മൾ കൂടെ അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടൻ വന്നപ്പോഴും മൊയിലു ഇതേപോലെ വർത്തനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെ മലയാളം ഒന്നും അറിഞ്ഞിടത്തുണ്ട്. ഞാൻ മൊയിലു ചേട്ടൻ അങ്ങനെ വർത്തനം പറഞ്ഞിട്ട് ഇടയ്ക്ക് മൊയിലുൻ്റെ കയ്യിലൊക്കെ കടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ഓടിക്കളയൊന്ന് വിചാരിച്ച് എന്നെ പിന്നെയും കെട്ടിയിട്ടുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മൊയിലുമാരെ ചെരുപ്പ് കിടക്കുന്നു. പയ്യെ അവർ കാണാതെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ എടുക്കാൻ നോക്കി. പക്ഷെ അത് മൊയിലു അമ്മ കണ്ടു കേട്ടോ. ചെരുപ്പ് കെട്ടിയപ്പോൾ ഒരു കടിയടിച്ചാൽ കൊള്ളാന്ന് എനിക്ക് കൊണ്ടായിരുന്നു. പിന്നെ മൊയിലു അമ്മ കാണൊക്കെ ചെരുപ്പെടുത്ത് കടിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്കും ചെരുപ്പ് അങ്ങോട്ട് മാറ്റിയപ്പോൾ ഞാൻ പയ്യെ ചെരുപ്പ് ഇങ്ങോട്ട് നീക്കി. ഇതെന്റെ ചെരുപ്പാണ്, ഞാൻ വിട്ടു തരൂല എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ഇരുന്നു. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വളർന്നു വരുന്നോണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ പല്ലും മോനാക്കി നല്ല വേദനയുണ്ട്. എനിക്ക് എന്തെങ്കിലും കിട്ടിയ കടിക്കണമെന്നുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ട്. ചില സമയം അത് മൊയില് കാണും, മൊയില് കണ്ടു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. ചില സമയം മൊയിലും അമ്മ കാണും, മൊയിലും അമ്മ കണ്ടാലും എന്നെ വഴക്ക് പറയും. അങ്ങനെ ഞാൻ പിന്നെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൊയിലുവിന്റെ കൂട്ടുകാരൻ പിന്നെ അവിടെ അപ്പുറത്ത് എന്നെ കൊണ്ട് വിളിച്ചു. പിന്നെ മൊയിലും എന്നെ തൂക്കിയെടുത്തോണ്ട് നേരെ അങ്ങോട്ട് നടന്നു. ഞാനിങ്ങനെ കേട്ടായിരുന്നുണ്ട് പോയത്. നല്ല സുഖമുണ്ട് എന്നെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നപ്പോഴത്തേക്ക്. അങ്ങനെ മൊയിലും അമ്മ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു നോക്കട്ടെ അവന്റെ ഇരിപ്പൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ മൊയിലുവിന്റെ വേറൊരു കൂട്ടുകാരൻ. അങ്ങനെ മൊയിലും എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഈ ചേട്ടനെ. ഈ ചേട്ടൻ ഒരു രക്ഷാപ്രവർത്തനൊക്കെയാണ്. പിന്നെ മൊയിലു ചേട്ടന് സെക്കൻഡ് കൊടുത്തത് മൊയിലു ചേട്ടൻ ഈ പാട്ടൊക്കെ പാടണമെന്ന് ആചാരന് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇവരെ കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവര് മലയാളം ഒന്നും അറിഞ്ഞൂടാത്തോണ്ട് മൊയിലുവിന്റെ കയ്യിൽ അങ്ങനെ സുഖം പിടിച്ച് ഞാൻ കിടന്നു. പിന്നെ മൊയിലു ചേട്ടൻ്റെ അടുത്തും മൊയിലുവിന്റെ അടുത്ത് എന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ എന്റെ തലയിലൊക്കെ തടയിക്കൊണ്ട് അങ്ങനെ ഇരുന്നു ആ ചേട്ടൻ. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ കാണുന്ന എല്ലാവർക്കും എന്റെ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴൊക്കെ എനിക്കും ഭയങ്കര സന്തോഷമാണ്.
അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൂന്നേരം കൂടെ ഇരുന്നും കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്റെ കയ്യിലും ദേഹത്തും ഒക്കെ മണപ്പിച്ചും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോഴും അവർ രണ്ടുപേരും എന്തോ കാര്യമായിട്ടൊക്കെ സംസാരിക്കണോണ്ടെന്ന് എനിക്ക് പിന്നെ ഇതൊന്നും മനസ്സിലാകത്തോണ്ട് ഞാനും മിണ്ടാതെ അവരുടെ കൂടെ അങ്ങനെ ഇരുന്നു. എന്നാ പിന്നെ ശരി, വേറൊരു വീഡിയോ കാണാം. എല്ലാവരും സുഖമായിട്ട് കേട്ടോ.